എന്നാ ചെയ് എന്നാ പറ്റി? ഒന്നും പറയണ്ടടാ മോനെ, എല്ലാം കഴിയുന്നു പോയില്ല. എന്നാ പറ്റി? നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? ഇന്ന് രാവിലെ ചേട്ടാ, ഈ മരുന്നൊക്കെ ആദ്യം നോക്കി എന്റെ ഒരു പിടുത്തമില്ലല്ലോ. കണ്ണടങ്ങരുത്. കളറിനകത്തുണ്ടോ ഇതുണ്ടോ? ഇതൊക്കെ താൻ കഴിക്കുന്ന മരുന്നല്ലേ? മരുന്നാണോ? അതെ, താൻ കഴിക്കുന്ന മരുന്നാ അത്. ശരി, എന്റെ കണ്ണട കണ്ടോ എന്ത് ചെയ്യണം? തന്റെ കണ്ണട നല്ല നിലയിലിരിക്കുന്നത് അത് കൊള്ളാമല്ലോ. എന്താണ് അറിയില്ല, ഇയാളെ കൊണ്ട് ഭയങ്കര മറവിയല്ലോ. അതൊക്കെ സാരമില്ല, എനിക്ക് ഇവിടെ ഉണ്ടാവുന്ന. അത് സാരമില്ല, അതിപ്പോ പ്രായമാകുമ്പോ അങ്ങനെ ഉണ്ടാറുള്ളതല്ലേ. ഞാനും അങ്ങനെയാ വെച്ചാ കരുതിയത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യം തന്നെ, ഇത്രയും പാത്രത്തിന്റെയൊക്കെ ആവശ്യം തന്നെ ഉള്ളത്. ഇതൊക്കെ എവിടെ നിന്ന് മേടിച്ചതാണെന്ന് വല്ല അറിയുമോ? ഇതൊക്കെ എന്തിനു ഉപയോഗിക്കാനാ ഇതൊക്കെ? അതിനറിയാൻ മേലാത്ത ഇതെല്ലാം എനിക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടോ, ഇത് കോട്ടയം റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാ. വില കുറഞ്ഞു കിട്ടിയപ്പോ വാങ്ങിച്ചു നമുക്ക് പിന്നീട് അല്ലെങ്കിൽ ആവശ്യമെന്ന് ഉപയോഗിക്കാമല്ലോ. ഇത് 1000 രൂപയുടെ സാധനം 499 രൂപയ്ക്ക് കിട്ടിയപ്പോ വാങ്ങിച്ചു വെച്ചതാ. ഇത് കണ്ടോ, നമുക്ക് അരിയോ ഉഴുന്നോ ഒക്കെ കഴുകി വാരി വെക്കണമെങ്കിൽ നല്ലല്ലേ. ഇതുവരെ ഞാൻ ഉപയോഗിച്ചില്ല, വാങ്ങിച്ചതാ ഉപയോഗിക്കാൻ ഓർത്തോണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയില്ലേ, നാപ്റ്റോളി കണ്ടതിന്റെ ഭംഗി കണ്ട് ഞാൻ എഴുതി അയച്ചു വരുത്തിയതാണ്. നല്ലതല്ലേ. പിന്നെ ഇത് പല റിലയൻസ് സാധനം വാങ്ങിക്കാൻ കയറിയപ്പോ 49 രൂപയേ ഉള്ളൂ, 2 എണ്ണം. നല്ല ഭംഗിയില്ല, നല്ല പച്ച കളറല്ലേ. പിന്നെ ഇത് കാസറോള്, നമ്മളിപ്പോ 2 പേരെ ഉള്ളതിന് നമുക്ക് ഇഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയല്ലേ. പിന്നെ ഇത് കണ്ടോ, നിങ്ങളുടെ ആ 2ാമത്തെ പെങ്ങളുടെ 3ാമത്തെ മകന്റെ 2ാമത്തെ കൊച്ചിന്റെ നൂലുകെട്ടിന് ഞാൻ കൊടുക്കാൻ എടുത്തതാണ്. പക്ഷെ ഇത് കൊടുത്തില്ല. ഇതിന്റെ ഭംഗി കണ്ട് ഞാനങ്ങ് എടുത്തു. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇഡലിയൊക്കെ വെക്കാൻ ഓർത്തോണ്ട് വെച്ചോണ്ടിരിക്കുക. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനിയുണ്ട്, ഇതേ സ്ഥലമില്ലാഞ്ഞിട്ട് പൊട്ടിക്കാൻ ഇനി സാധനം ഇരിപ്പുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുന്നടോ? ഇതിനൊക്കെ ഓഫറൊക്കെ വരുമ്പോ നമ്മൾ വാങ്ങിക്കുന്നതല്ലേ ചേട്ടാ. അതൊക്കെ ഓഫറൊക്കെ വാങ്ങിച്ചു വെച്ചാലല്ലേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. എത്ര കൂട്ടം ഉണ്ടോ നോക്കിക്കേ. അതെ, പിന്നെ നിർത്തിക്കേ. നീ എന്നാ ചെയ്യാൻ പോണേ? ഡോക്ടർ സണ്ണിയുടെ ഒരു മാനേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. നീ നേരത്തെ ചെയ്തതിനകത്ത് മോഹൻലാലിനെ നീ കൊന്നു ഇനിയെങ്കിലും കാര്യം വെറുതെ. അല്ല, ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ്. സ്വർണത്തിനേക്കാളും വലുതായിട്ട് അവർക്കുള്ളത് അവരുടെ പാത്രങ്ങളായിരുന്നു. പഴമക്കാരിതിനെ ബാധ കൂടിയതാണെന്നും ആർത്തിയാണെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ നമ്മുടെ ഭാഷയിൽ ഒറ്റ കാര്യമുള്ളൂ, പാത്രവും മനിയാക്ക്, പാത്രങ്ങളുള്ള അമിതാസക്തി. ഇറ്റ്സ് ഇൻക്യൂറബിൾ അച്ഛാ, ഇറ്റ്സ് ഇൻക്യൂറബിൾ.